ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി SBI അടിച്ചു തകർത്ത സമരക്കാരെ SBIയും സർക്കാരും ചേർന്ന് രക്ഷപ്പെടുത്താൻ നീക്കം നടത്തുന്നു. മാനേജറുടെ ക്യാബിൻ അടിച്ചു തകർത്ത കേസിൽ നിന്നും പിന്മാറാൻ ബാങ്ക് തീരുമാനിച്ചു. കേസിൽ നിന്നും പിന്മാറണമെന്ന കടുത്ത സമ്മർദ്ദമാണ് ബാങ്ക് അനുഭവിക്കുന്നത്. ധനകാര്യ വകുപ്പിലെ ഉന്നതർ തന്നെയാണ് ചരക്ക് സേവന നികുതി വകുപ്പിലെ CPM അനുഭാവികളായ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന NGO നേതാക്കളെ സർക്കാർ സസ്പെൻഡ് ചെയ്തെങ്കിലും കൂടുതൽ നടപടികളുണ്ടായില്ല. അക്രമത്തിൽ ഉൾപ്പെട്ട പ്രധാന നേതാക്കളെ കേസിൽ നിന്നും രക്ഷിക്കും. ബാങ്കിന്റെ സഹായത്തോടെയായിരിക്കും ഇത്. സംസ്ഥാനത്തെ നേതാക്കളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ നഗരത്തിൽ തന്നെയുണ്ട്. ബാങ്കിനെ വരുതിയിലാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് നീക്കം. SBIയുടെ ട്രഷറി ബ്രാഞ്ചാണ് അക്രമികൾ അടിച്ചു തകർത്തത്. ഇതിനു മുകളിലായാണ് SBIയുടെ മെയിൻ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. ധനവകുപ്പിലെ കോടികളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അടിച്ചു തകർത്ത ട്രഷറി ബ്രാഞ്ചിൽ നിന്നും മറിയുന്നത് സർക്കാരിന്റെ കോടികൾ തന്നെ. ഇത്തരത്തിൽ കോടികൾ ബിസിനസ് നടത്തുന്ന വിശ്വസ്ത ഉപഭോക്താവായ കേരള സർക്കാരിനെ പിണക്കേണ്ടതില്ല എന്നാണ് ബാങ്കിന്റെ തീരുമാനം. അപ്രകാരം പിണക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബാങ്ക് ഭയക്കുന്നു. കുറച്ചു നാളായി SBIയും സർക്കാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. SBIയും സർക്കാരും തമ്മിൽ തെറ്റാൻ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലെങ്കിലും അത് എങ്ങനെയൊക്കെയോ സംഭവിക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള കൗണ്ടറുകൾ കുത്തനെയായി കൈകാര്യം ചെയ്യുന്നത് SBI ആണ്. എന്നാൽ അവിടേക്ക് മറ്റ് പല ബാങ്കുകളും കടന്നു ചെന്നു. ഇപ്പോൾ സർക്കാരിന്റെ പ്രിയപ്പെട്ട പാർട്ണർ ഫെഡറൽ ബാങ്കാണ്. സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്ക് സർക്കാരിന് എങ്ങനെയാണ് പ്രിയപ്പെട്ടതായതെന്ന് ആർക്കും അറിയില്ല. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പ ഇപ്പോൾ നൽകുന്നത് ഫെഡറൽ ബാങ്കാണ്. സഹകരണ ബാങ്കുകൾ ICICI ബാങ്കിനെയാണ് ഇടപാടുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ICICI ബാങ്ക് പൂർണ്ണമായും സ്വകാര്യ ബാങ്കാണ്. UDF സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ ബാങ്കുകളെ സർക്കാർ സംരംഭങ്ങളുമായി സഹകരിപ്പിക്കാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ അത്തരം നീക്കങ്ങൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPM തന്നെ തകർത്തു. എന്നാൽ CPM ഭരണപക്ഷമായതിനു ശേഷം ബാങ്ക് ഇടപാടുകൾ സ്വകാര്യവത്കരിച്ചു. അക്കാര്യം ആരെയും അറിയിച്ചതുമില്ല. പ്രതിപക്ഷമാകട്ടെ അറിഞ്ഞതുപോലുമില്ല. അല്ലെങ്കിലും പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ അറിയാറില്ല. അതാണ് രീതി. SBIയിൽ നിന്നും സർക്കാർ ബിസിനസ്സുകൾ മാറ്റിയാൽ അത് ബാങ്കിനടിയായി തീരും. സഖാക്കൾക്കെതിരെ ബാങ്ക് നീങ്ങിയാൽ ബാങ്കിന് സഖാക്കൾ പണി കൊടുക്കും. അതാണ് ബാങ്കിന്റെ പേടി. ബാങ്കിന്റെ കേരള ചീഫ് ജനറൽ മാനേജറിനെയാണ് സർക്കാർ വൃത്തങ്ങൾ സമീപിച്ചത്. പ്രതികൾ ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരായതിനാൽ ധനമന്ത്രി തന്നെയാണ് അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാങ്കിലെ ഉന്നതർ തന്നെയാണ് കേസിൽ പ്രസ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും. ബാങ്ക് ഉദ്യോഗസ്ഥരും സംഭവത്തിൽ പങ്കാളികളാണ്. അവരും ഇടതനുഭാവികളാണ്. SBI SBT ആയിരുന്നപ്പോൾ ഇടത് യൂണിയൻ നേതാക്കളുടെ സംഘടനയിൽപ്പെട്ടവരാണ് ബാങ്കിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത്. അതും ബാങ്കിന്റെ നടപടിയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.